അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിപ്പത്തിരിയുടെയാണ്. ചെറിയൊരു എരിവും അതുപോലെ തന്നെ കുറച്ച് മധുരമൊക്കെ ആയിട്ടുള്ള ഒരു ഇറച്ചിപ്പത്തിരിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml കപ്പിന് 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൈ ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് ഒരു 1/4 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുത്തത്. നമ്മുടെ മാവിനനുസരിച്ച് പൊടി എത്രയാണ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവെല്ലാം നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇറച്ചിപ്പത്തിരിയുടെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഫില്ലിംഗ് റെഡിയാക്കാനായിട്ട് ഞാൻ 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത പീസ് ചിക്കനായിരുന്നു. ഇത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് കഴുകിയതാണ്. കഴുകുമ്പോൾ ഞാൻ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ചിക്കനിൽ ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കണം. അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പകുതി വേവാക്കി വെച്ച ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാനിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ എല്ലാ ഉരുളക്കിഴങ്ങും ഇതാ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ ചിക്കനും കൂടെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മൊത്തം ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ എടുത്താലും മതി. അപ്പോൾ നമുക്ക് ഈ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതാ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു സൈഡൊന്ന് മുരിഞ്ഞ് വന്നപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാലയ്ക്ക് വേണ്ട ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈ ചിക്കനെല്ലാം ഞാൻ എടുത്ത് മാറ്റിയ ശേഷം ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. 4 വലിയ ഉള്ളി അതുപോലെ 2 വലിയ പച്ചമുളക് എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ ഉള്ളിയും കൂടെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളകും ഉള്ളിയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ എണ്ണയിൽ പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് വഴറ്റാം. ഉള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 10 അല്ലി വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ പീസ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി വഴറ്റി വന്ന ശേഷം ഇപ്പോൾ ഉള്ളിയൊക്കെ അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി വരുന്ന വരെ നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി വഴറ്റി കൊടുക്കാം. നമ്മളിതിൽ ഇനി മുളക് പൊടി കുരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളതിൽ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. നമ്മളാകെ ഗരം മസാലപ്പൊടി മാത്രം ചേർത്താൽ മതി. ഇനി എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഒന്ന് പൊടിച്ചെടുക്കണം. ഈ ചിക്കനൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകരുത്, ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. ഇനി ഇത് ഞാൻ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം. ചിക്കനും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മിക്സാക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം.
ചിക്കനൊക്കെ നന്നായിട്ട് വഴറ്റിയ ശേഷം ഇതിലേക്ക് പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് വെച്ചതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. പൊട്ടാറ്റോ ഇട്ടാൽ നല്ല മിക്സ് ആക്കിയാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഫ്രൈ ചെയ്ത പൊട്ടാറ്റോ അല്ലേ പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതുകൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിടണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ മസാല ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഇറച്ചിപ്പത്തിരി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള മാവ് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ മസാലയും ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ മാവിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം. ചെറിയ ചെറിയ കുഞ്ഞു ഉരുളകളായിട്ട് മാവ് മാറ്റാം. കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് എല്ലാ മാവും ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം. ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. ഇപ്പോൾ മാവെല്ലാം ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മൈദപ്പൊടി കൂടെ എടുത്തിട്ടുണ്ട്. പൊടി ഇട്ടിട്ട് വേണം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാനായിട്ട്. പൊടി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒട്ടി പിടിക്കും. അപ്പോൾ ഞാനിത് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഒരുപാട് കനം കുറച്ച് പരത്തരുത്. ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കാം. ഒരുപാട് വലുപ്പം വേണ്ട. നമ്മുടെ ഈ ഒരു പാകത്തിന് പരത്തി വെച്ചിട്ട് ഈ ഒരു കട്ടി മതി മാവിന്, ഒരുപാട് കനം കുറയ്ക്കരുത്. ഇനി ഇതുപോലെ തന്നെ ഒരു പത്തിരി കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കണം. നമ്മൾ ഒരു ഇറച്ചിപ്പത്തിരിക്ക് തന്നെ 2 പത്തിരി വേണം. മൈദയുടെ ഈ 2 പത്തിരി ഉണ്ടാക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ പത്തിരി കൂടെ പരത്തിയെടുക്കാം. ഇപ്പം ഞാൻ 2 പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു മൈദയുടെ പത്തിരി എടുത്തിട്ട് അതിൻ്റെ അടിയിലായിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുക്കണം. മൈദ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം ഈ പത്തിരി വെച്ച് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ്റെ മസാല ഒക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് അതൊന്ന് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പത്തിരിയുടെ വലുപ്പത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്ര വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതൊക്കെ ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നടുവിലായിട്ട് തന്നെ വെക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ബാക്കിയുള്ള മറ്റേ ഒരു പത്തിരി കൂടെ വെച്ച് കൊടുക്കണം. മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ കൈ ഉപയോഗിച്ച് പ്രസ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ഒട്ടിക്കോളും. ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു മൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു മൂടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ഈ മാവ് മാറ്റി വെക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്നുകൂടെ ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കണം. ഇനി ഇത് നമ്മൾ കയ്യിലെടുത്തിട്ട് നമ്മൾ കോഴിയുടെ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് മുടഞ്ഞു കൊടുക്കണം. കയ്യിൽ വെച്ചിട്ട് തന്നെ മുടഞ്ഞു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി സൈഡെല്ലാം. ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ മുടഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ പരത്തിയ ശേഷം കുറച്ചും കൂടെ പൊടി അടിയിലിട്ട് കാരണം ഇതൊട്ടും അടിയിൽ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. നല്ല കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളത് കൂടെ ചെയ്യാം. അങ്ങനെ ഞാൻ എല്ലാ ഇറച്ചിപ്പത്തിരിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓയിൽ ചൂടായി വന്നപ്പോൾ ഓരോ ഇറച്ചിപ്പത്തിരി ആയിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുത്താൽ മതി. ഇനി ഇത് ഒരു സൈഡൊന്ന് ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഒന്ന് പൊരിച്ചെടുക്കാം. ഒരു സൈഡൊന്ന് ആയി വരട്ടെ. ഇപ്പോൾ ഇതാ ഇറച്ചിപ്പത്തിരിയുടെ ഒരു സൈഡ് നന്നായിട്ട് പൊന്തി വന്നിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ഇറച്ചിപ്പത്തിരി 2 സൈഡും നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള ഇറച്ചിപ്പത്തിരി ഇതുപോലെ തന്നെ അങ്ങോട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ഇറച്ചിപ്പത്തിരിയും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ചുകൂടെ ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ടയിലൊന്ന് മുക്കിയിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ആയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം.
അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ട എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിച്ച് വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു 2 ഏലക്കായ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏലക്കായും പഞ്ചസാരയും കൂടെ നന്നായിട്ട് പൊടിച്ചതാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി അത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് മതി, കൂടുതലൊന്നും വേണ്ട. നെയ്യ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ തന്നെ എടുത്താൽ മതി. എന്നിട്ട് അതെല്ലാം സൈഡിലേക്ക് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ഇറച്ചിപ്പത്തിരി ആയിട്ട് എടുത്തിട്ട് ഈ മുട്ടയുടെയും പഞ്ചസാരയുടെയും മിക്സിൽ മുക്കിയിട്ട് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ മുക്കിയെടുത്തിട്ട് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വെക്കാനായിട്ട്. മുട്ടയും പഞ്ചസാരയും കൂടെ ഇട്ടിട്ടുള്ളത് പെട്ടെന്ന് കരിഞ്ഞു പോവും ഹൈ ഫ്ലെയിമിലിട്ടാൽ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് 2-3 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഈ മുട്ടയൊക്കെയുള്ള മിക്സ് ഒരു സൈഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും, ഒരുപാട് നേരമൊന്നും വെക്കരുത്, കാരണം മുട്ട ഒക്കെ പെട്ടെന്ന് റെഡിയാവും. നമ്മൾ ഓൾറെഡി പൊരിച്ചെടുത്തിട്ടുള്ള പത്തിരിയാണല്ലോ, അപ്പോൾ ആ മുട്ട ഒന്ന് വേവാനായിട്ട് വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഈ നെയ്യിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിപ്പത്തിരി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.